വരാനിരിക്കുന്ന കേരള അസംബ്ലി ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നതിൽ ബി.ജെ.പിയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ആലപ്പുഴയിലെ വിവിധ മണ്ഡലങ്ങളിലും പാലക്കാട്, വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങളിലും ശോഭയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ, ആർ. ശ്രീലേഖ, നടൻ കൃഷ്ണകുമാർ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ 4 നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ഹരിപ്പാട്, ചെങ്ങന്നൂർ, കായംകുളം, അരൂർ എന്നീ മണ്ഡലങ്ങളിൽ ഏതിലെങ്കിലും ശോഭ മത്സരിക്കണമെന്നാണ് ജില്ലാ ഘടകങ്ങളുടെ ആവശ്യം. ഹരിപ്പാട് ബി.ജെ.പി സമർപ്പിച്ച പട്ടികയിൽ ശോഭയല്ലാതെ മറ്റാരുമില്ല. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതി കഴിഞ്ഞാൽ രണ്ടാം പേരുകാരിയാണ് ശോഭ. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് വി. മുരളീധരനുമാണ് സ്ഥാനാർത്ഥികളാകുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പേരാണുള്ളത്. 35,000 വോട്ടിൽ കൂടുതലുണ്ടെന്ന് പാർട്ടി കണക്കുകൂട്ടുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയമാണ് ആദ്യം നടക്കുന്നത്. ബാക്കി മണ്ഡലങ്ങളിൽ അതാത് ജില്ലകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. 2004 കെ. മുരളീധരന് വേണ്ടി വടക്കാഞ്ചേരി അഡ്വക്കേറ്റ് വി. ബൽറാം രാജിവെച്ചപ്പോൾ നടന്ന ബൈ ഇലക്ഷനിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആദ്യം മത്സരിക്കുന്നത്. 10,643 വോട്ടുകളായിരുന്നു ശോഭാ സുരേന്ദ്രൻ അന്ന് നേടിയത്. അതായത് വെറും 6.52% വോട്ടുകൾ. 2006 നിയമസഭാ ഇലക്ഷനിൽ പൊന്നാനി മണ്ഡലത്തിൽ നിന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ജനവിധി തേടിയത്. 13,810 വോട്ടുകളാണ് അന്ന് ശോഭ സ്വന്തമാക്കിയത്. വോട്ട് വിഹിതം 12.1% വർദ്ധിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 2009 ലോക്സഭാ ഇലക്ഷനിൽ പ്രൊഫസർ കെ. വി. തോമസ് ജയിച്ച സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 7,208 വോട്ടുകളാണെന്ന് ശോഭ നേടിയത്. 2006 ഇലക്ഷനിൽ ബി.ജെ.പി ഇവിടെ നേടിയത് 4,092 വോട്ടുകളാണ്. 2011 നിയമസഭാ ഇലക്ഷനിൽ പുതുക്കാടായിരുന്നു ശോഭ മത്സരിച്ചത്. 14,425 വോട്ടുകൾ നേടിക്കൊണ്ട് വോട്ട് വിഹിതം 10.43% ഉയർത്താനും അവർക്ക് കഴിഞ്ഞു. 2014 ലോക്സഭാ ഇലക്ഷൻ ആയതോടെ ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയുടെ വോട്ടിംഗ് മെഷീൻ എന്ന നിലയിലേക്ക് ഉയർന്നു. പാലക്കാട് മണ്ഡലത്തിൽ 1,36,587 വോട്ടുകളായിരുന്നു നേടിയത്. 2009 വെറും 68,000 വോട്ടുകളായിരുന്നു ബി.ജെ.പിക്ക് അവിടെ ഉണ്ടായിരുന്നത്. 2016 നിയമസഭാ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ ഗംഭീര പ്രകടനം തന്നെ നടത്തി. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. 40,076 വോട്ടുകൾ പിടിച്ചു. വോട്ട് ശതമാനം 29.08 ഉയർത്തുകയും ചെയ്തു. 2019 ലോക്സഭാ ഇലക്ഷനിൽ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലായിരുന്നു. അന്ന് 2,40,800 വോട്ടുകളാണ് ശോഭ നേടിയത്. 2014 ബി.ജെ.പിയുടെ വോട്ടുകൾ വെറും 92,000 ആയിരുന്നു. 2021 നിയമസഭാ ഇലക്ഷനിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രന് പുറകെ 2ാം സ്ഥാനം നേടിയിരുന്നു. 40,191 വോട്ടുകളാണ് നേടി. ശോഭാ സുരേന്ദ്രന് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറഞ്ഞ ഒരേയൊരു ഇലക്ഷനായിരുന്നു അത്. അതിന്റെ പിന്നിൽ ബി.ജെ.പി തന്നെയാണെന്ന ചില ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിലായി 2024 ലോക്സഭാ ഇലക്ഷനിൽ ആലപ്പുഴയിലാണ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചത്. 1ാം സ്ഥാനക്കാർക്കും 2ാം സ്ഥാനക്കാർക്കും വോട്ട് വിഹിതം കുറഞ്ഞപ്പോൾ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം 10% ഉയർത്തുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് 2,99,638 വോട്ടുകൾ നേടി ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിയിലെ മിന്നുന്ന താരമായി മാറി.